ജനകീയം എന്ന് പറഞ്ഞാൽ മറ്റത്തിപ്പാറയുടെ ഒരു ഭാഗമായിരുന്നു. ജനകീയം ഇല്ലാത്തൊരു മറ്റത്തിപ്പാറ നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല. ഈ മേഖലയിൽ വേറെ പൊതുഗതാഗതം ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ബസ്സിൽ കയറണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നേരത്തെ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് നഷ്ടമാണെന്നും പറഞ്ഞാൽ നിർത്തിപ്പോയത്. ടെസ്റ്റ് വർക്കിൻ്റെ സമയമായിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. നമ്മുടെ ഉണ്ടായിരുന്ന പൈസ ബാങ്കിലായിരുന്നു, അതിപ്പോൾ ലഭിക്കാനുള്ളൊരു മാർഗം ഇല്ല. ബാങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ബാങ്കിനുണ്ട്. ഒരു 2 വർഷത്തോളമായിട്ട് തുടങ്ങിയതാണ്, ഇതുവരെ അത് പരിഹാരമായിട്ടില്ല. 10,000 രൂപയുടെ ഷെയർ വെച്ചാണ് 76 പേരെടുത്തത്. അങ്ങനെയാണ് ഈ ബസ് വാങ്ങിച്ചത്. പിന്നീട് ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മൾ പുതിയ ബസ്സുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. നമസ്കാരം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പണം മുടക്കി വാങ്ങിയ ജനകീയൻ ബസ് യാത്രാക്ലേശം ഏറെയുള്ള കോട്ടയം ജില്ലയിലെ നീലൂരിൽ നിന്നും ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നവുമായി ബന്ധിപ്പിക്കുന്നതിനായാണ് 17 വർഷം മുൻപ് 76 പേർ ചേർന്ന് ഈ ബസ് വാങ്ങിയത്. എന്നാൽ ഈ കാലയളവിലെ വരുമാനമെല്ലാം നിക്ഷേപിച്ചത് കടനാട് സർവീസ് സഹകരണ ബാങ്കിലാണ്. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാതെ വന്നതോടെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാതെ ബസ് ഇപ്പോൾ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ജനകീയൻ ബസ്സിൻ്റെ ഓട്ടം നിലച്ചതിൽ നാട്ടുകാരും വലിയ വിഷമത്തിലാണ്. ഇപ്പോൾ നാട്ടുകാർ നമുക്കൊപ്പം ചേരുകയാണ്. പണിയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ടെസ്റ്റ് വർക്കിൻ്റെ സമയമായിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. നമ്മുടെ ഉണ്ടായിരുന്ന പൈസ ബാങ്കിലായിരുന്നു, അതിപ്പോൾ ലഭിക്കാനുള്ളൊരു മാർഗം ഇല്ല. അതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് വന്നത്. 17 വർഷം മുന്നെയാണ് നിങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇങ്ങനെ? 17 വർഷങ്ങൾ പൂർത്തിയായി. ഇത് 18ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എത്ര പേരായിരുന്നു? 76 പേരാണ് ഇതിന് വേണ്ടിയിട്ട് വന്നിരുന്നത്. ഈ മേഖലയിൽ എന്താണ് യാത്രാ പ്രശ്നങ്ങളുള്ള? ഈ മേഖലയിൽ വേറെ പൊതുഗതാഗതം ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ബസ്സിൽ കയറണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഒരാൾ എത്ര രൂപ? 10,000 രൂപയുടെ ഷെയർ വെച്ചാണ് 76 പേരെടുത്തത്. അങ്ങനെയാണ് ഈ ബസ് വാങ്ങിച്ചത്. പിന്നീട് ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മൾ പുതിയ ബസ്സുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇത് എത്രാമത്തെ ബസ്സാണ്? ഇത് 5ാമത്തെ ബസ്സാണിത്. എത്ര കാലം ഇതിപ്പോൾ മുടങ്ങിയത് 8 ദിവസമായിട്ടുള്ളൂ. ഇന്ന് 8 ദിവസമായിട്ടുണ്ട്. സർവീസ് എങ്ങനെയാണ്? എത്ര ദൂരമാണ്? 9 കിലോമീറ്ററാണ് ഇതുള്ളത്. അങ്ങനെ ഒരു 18 സർവീസുകളുണ്ട് ഒരു ദിവസം. എവിടെ നിന്നൊക്കെയാണ്? കരിങ്കുന്നം തുടങ്ങി നീലൂര് വരെയാണ് അതിൻ്റെ ഒരു സർവീസ്. കരിങ്കുന്നം, മറ്റത്തിപ്പാറ, നീലൂര്. ഇപ്പോൾ ഈ ബസ് ഇങ്ങനെ കിടക്കുന്നതിൽ വിഷമമുണ്ടോ? ബസ് റോഡിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരുന്ന ബസ്സല്ലേ, അത് കാണാത്തപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ കയറാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾക്കാണ് സ്കൂളിൽ പോകാൻ വളരെ അത് ഏറ്റവും കൂടുതൽ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ വിഷമമാണ്. കാരണം +2 പോകണ കരിയത്ത്, കടനാട് എല്ലാം ഈ പോണ രാവിലെ 7:30 ട്രിപ്പും പോയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഏറ്റവും വിഷമമുള്ള കാര്യമുണ്ട്. ഞാനിപ്പോൾ രാവിലെ പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് ഒരാളെ കരുമത്ത് കൊണ്ടുവിട്ടു, ഒരാളെ നെല്ല് കൊണ്ടുവിട്ടു. അവർക്ക് അവിടെ നിന്ന് പോകാൻ അല്ലെങ്കിൽ ബസ്സാലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടിപ്പം വീട്ടിലെ പരിപാടിയൊന്നും നടക്കുന്നില്ല. ഇനി വൈകുന്നേരം കൊണ്ടുവിടും, വണ്ടിയിൽ തന്നെ കൊണ്ടുവിടും. എൻ്റെ ബൈക്കിലാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇനിയിപ്പോൾ വൈകുന്നേരം വീണ്ടും അവർ വിളിക്കും, അന്നേരം അവിടെ ചെല്ലണം. പിന്നെ ഇതിന് സമയം കാണുള്ളൂ. ഇതുവഴി അങ്ങനെ വേറെ സർവീസ് ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ? ബസ് സർവീസ് ഒന്നും നേരത്തെ ബസ് സർവീസ് ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. നേരത്തെ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് നഷ്ടമാണെന്നും പറഞ്ഞാൽ നിർത്തിപ്പോയത്. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഇപ്പം ഈ ബസ് അടിക്കാൻ കാരണം. പണം തിരികെ കിട്ടുമോ? എങ്ങനെ തിരികെ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇത് ജനകീയമായിട്ടുള്ളൊരു പ്രശ്നമാണല്ലോ, ഒരാളെ ബാധിക്കുന്നതല്ല, ആയിരക്കണക്കിന് എന്ന് പറയാവുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അധികാരികളൊരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റാഫൊക്കെ ഉണ്ട്? ഉണ്ട്, 2 പേരാണുള്ളത്. അവർ ഈ നാട്ടുകാർ തന്നെയാണ്. സ്വന്തം പോലെയാണ് അവർ ഈ വാഹനത്തെ നോക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെ അവർക്ക് ഇപ്പം ജോലിയില്ലാതെ നിൽക്കുകയാണോ? അവരിപ്പോൾ ജോലിയില്ലാതെ നിൽക്കുക. നമുക്കൊരു അവരിപ്പോൾ ഉറപ്പ് കൊടുക്കാത്തതുകൊണ്ട് മറ്റ് ജോലികൾക്കൊക്കെ അവർ പോയിട്ടുണ്ട്. നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇതിൽ ജോലി ഉണ്ടെന്നൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ മറ്റ് ജോലികൾ അന്വേഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയോര പ്രദേശമല്ലേ, അപ്പോൾ ഇവിടെ എല്ലാം സാധാരണക്കാരുണ്ട്, വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും യാത്ര ചെയ്യുന്നത് ജോലി വലിയ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും. ബസ് നിലവിൽ ഓട്ടോറിക്ഷ ചാർജൊക്കെ വലിയ കൂടുതലാണോ? ഒരു വലിയ കുറഞ്ഞ 4 കിലോമീറ്ററൊക്കെ വരുമ്പോഴേക്കും 100-150 ഒക്കെ രൂപ കൊടുക്കേണ്ടതായിട്ടാണ്, ഡെയിലി കൊടുക്കേണ്ടതായിട്ട് സാഹചര്യമുള്ളത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഈ വാഹനമൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. വാഹനമുള്ളവർക്കാണെങ്കിൽ എപ്പോഴും മറ്റ് ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, മറ്റ് കുട്ടികളെ കൊണ്ടുവിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഒരു ഗുണകരമായിരുന്നു ജനകീയൻ എന്നുള്ളത്. ജനകീയം എന്ന് പറഞ്ഞാൽ മറ്റത്തിപ്പാറയുടെ ഒരു ഭാഗമായിരുന്നു. ജനകീയം ഇല്ലാത്തൊരു മറ്റത്തിപ്പാറ നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു ബന്ധമുണ്ടല്ലേ? ഒരു 18 വർഷത്തെ ബന്ധം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ പേര് തന്നെ ഇപ്പം നാട്ടുകാരുടെ ഒരു സ്വകാര്യമായിട്ടുള്ള അഹങ്കാരമായിരുന്നു ഈ ജനകീയം എന്ന് പറയുന്നത്.
ഈ ഓണടിക്കുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിലും അറിയാം ഇന്ന സമയത്താണ് വണ്ടി. സമയം പോലും വേറെ ക്ലോക്കിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. കൃത്യസമയത്ത് തന്നെ 18 സർവീസ് ഉണ്ടല്ലോ. അപ്പം പിള്ളേരൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ. പിന്നെ ഈ ഇവിടെയുള്ള സ്ഥലത്തിനൊക്കെ വില കുറഞ്ഞു പോകല്ല. നമ്മുടെ ബസ് സർവീസ് അല്ലല്ലോ ഒന്നേ, റൂട്ട് പോയാൽ പിന്നെ ചുമ്മാ വേറെ വണ്ടി ഓടിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ബസ് സർവീസ് മാറിയാൽ പിന്നെ കല്യാണം കഴിക്കാനുള്ള. എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? നമുക്ക് 3 ലക്ഷത്തിലധികം രൂപ കിട്ടാനുണ്ട്. ബാങ്കിൽ എന്താ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്? ബാങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബാങ്കിനുണ്ട്. ഒരു ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് തുടങ്ങിയതാണ്. ഇതുവരെ അത് പരിഹാരമായിട്ടില്ല. വേറെ ആളുകൾക്കൊക്കെ പൈസ കിട്ടാനുണ്ടോ? പൈസ കിട്ടാനുള്ള ധാരാളം ആൾക്കാരുണ്ട്. മറ്റത്തിപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ മേഖലയാണെങ്കിലും ഇവിടെ ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. ഒരു UP സ്കൂളുണ്ട്, ഒരു ദേവാലയമുണ്ട്, അമ്പലമുണ്ട്, അതുപോലെ തന്നെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്, കുടുംബക്ഷേമ ഉപകേന്ദ്രമുണ്ട്. ഇവിടെ ഒരു അനാഥാലയം, ഏതെല്ലാം 50-ലധികം ആളുകൾ പുനരധിവസിപ്പിക്കുന്ന ഒരു അനാഥാലയം ഇവിടെയുണ്ട്. ഇപ്പം ഇങ്ങനെ ധാരാളം പൊതുസ്ഥാപനങ്ങളുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെ ധാരാളം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ ഈ ബസ് സർവീസ് നിലച്ചതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 18 വർഷമായി സർവീസ് നടത്തിയ ജനകീയനാണ് ഇപ്പോൾ ഈ വഴിയരികിൽ യാത്രക്കാരെ കാത്ത് കിടക്കുന്നത്. ജനകീയനെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതിൽ അവർക്ക് വലിയ വിഷമമുണ്ട്. അവർ അതിനെ വീണ്ടും സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഈ നാട്ടുകാർ എല്ലാവരും ചേർന്ന്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.